നമസ്കാരം സുഹൃത്തുക്കളെ, സീന്താന്നില്ല എനിക്ക് കടയല്ലേ. പെൺകുട്ടികൾ കാണേണ്ടിയും പഠിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. സ്കൂളിൽ കുട്ടികളാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. 9ാം ക്ലാസ്, 10ാം ക്ലാസ്, +1, +2, ഡിഗ്രിക്കെല്ലാം പഠിക്കുന്ന കുട്ടികൾ കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ലിപ്സ്റ്റിക്ക്. അത് കുറച്ചൊന്നല്ല, ചില പെൺകുട്ടികൾ ഒരുപാട് ഇടും. അത് അവർ സ്വതന്ത്രം, നമുക്കതിൽ ഇടപെടാൻ പറ്റില്ല. എന്നാലും ഇത് ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് ഹാനികരമാണ്. ശരീരത്തിന് പിന്നീട് അത് ദോഷമായി വരും. ഇതെങ്ങനെ നിർമ്മിക്കുന്നത് എന്നെല്ലാം ഈ നമ്മൾ ഉപയോഗിക്കുന്ന സ്ത്രീകൾ ഇത് അറിയേണ്ട ഒരു വിഷയമാണിത്. നമ്മൾ എന്തും വാങ്ങി തെളിച്ച് കാര്യമില്ലല്ലോ. അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, അതെങ്ങനെയാണ് നിർമ്മിക്കുന്നത്, അതൊക്കെ നമ്മൾ മനസ്സിലാക്കണമല്ലോ. എന്തിൽ നിന്നാണ് അത് നിർമ്മിക്കുന്നത്. അപ്പോൾ ഇത് എല്ലാവരും ലിപ്സ്റ്റിക്ക് എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്, കുട്ടികളൊക്കെ. അപ്പോൾ നമ്മൾ ഫാൻസി കടയിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ മാതാപിതാക്കൾ വാങ്ങിക്കൊടുക്കും. പക്ഷെ ഇത് നമുക്ക് പിന്നീട് ദോഷമായി വരുന്നതാണ്. നമ്മൾ ആരോഗ്യത്തിന് ഇത് കൂടുതൽ ബാധിക്കുന്നത്. നമ്മളെങ്ങനെ ലിപ്സ്റ്റിക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെല്ലാം ആക്കും ചിലർ, അത് നമ്മൾ ശ്രദ്ധിക്കില്ല. എങ്ങനെയായാലും നമ്മളെ ഉമിനീര് ശരീരത്തിൻ്റെ ഉൾഭാഗത്തേക്ക് ഇറങ്ങും. അപ്പോൾ ഇതെങ്ങനെയാണ് നിർമ്മിക്കുന്നത്, ഏതിനോടാണ് ഇത് നിർമ്മിച്ചെടുക്കുന്നത്, എങ്ങനെ അത് വിപണിയിൽ എത്തിക്കുന്നത് എന്ന് സ്ത്രീകളും പെൺകുട്ടികളും ഇത് ഉപയോഗിക്കുന്നവർ അറിയുന്നത് നല്ലതാണ്. ഇതൊക്കെ കാണും. ഞാൻ അതിൻ്റെ രംഗങ്ങളൊന്ന് കാണിച്ചു തരാം. പെൺകുട്ടികൾക്ക് ഒഴിച്ചുകൂടാൻ കഴിയാത്ത ലിപ്സ്റ്റിക്കിന്റെ നിറം ഒരു പ്രാണിയിൽ നിന്നാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാനാകുമോ? ഇവയാണ് കോച്ചിനെയിൽ ഇൻസെക്ട്. ഇവ പ്രധാനമായും കള്ളിമുൾ ചെടികളിലാണ് വളരുന്നത്. ലിപ്സ്റ്റിക്കിന്റെ നിർമ്മാണത്തിനായി കർഷകർ ഇത്തരത്തിലുള്ള പ്രാണികളെ കള്ളിമുൾ ചെടികളിൽ വളർത്തുകയും അതിനുശേഷം ഇവയെ ശേഖരിച്ച് ഉണക്കിപ്പൊടിച്ച് ചുവന്ന നിറത്തിലുള്ള പൗഡറുകളാക്കി മാറ്റുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ ലഭിക്കുന്ന കട്ടിയുള്ള ദ്രാവകത്തെ കാർനൈൻ ഡൈ എന്നാണ് വിളിക്കുന്നത്. ഈ നാച്ചുറൽ ഡൈ കോസ്മെറ്റിക് വ്യവസായത്തിന്റെ ജീവനാഡി കൂടിയാണ്. ലിപ്സ്റ്റിക്, ബ്ലഷ്, നെയിൽ പോളിഷ് എന്നിവയുടെ മനോഹരമായ ഷെയ്ഡുകൾ നിർമ്മിക്കുന്നത് ഇതുപയോഗിച്ചാണ്.